ഹായ്. അപ്പോൾ ഒരു സീരിയസ് കാര്യം ഡിസ്കസ് ചെയ്യാൻ കരുതി. എനിക്ക് കുറേ മെസ്സേജസ് കിട്ടുന്ന ഒരു ടോപ്പിക്കായിരുന്നു. പിന്നെ ഇതിന് മുന്നേ ഞാനൊരു വീഡിയോയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നൊന്നും എനിക്ക് അത്ര അങ്ങട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു വിഷയമാണിത്. അപ്പോഴാണ് ഞാൻ ഈ അടുത്ത് ഈ ഒരു ബുക്ക് വായിച്ചിരിക്കുന്നത്. 'ദ ഡിഫൈനിങ് ഡെക്കേഡ്' പറഞ്ഞിട്ടുള്ള. ഇതൊരു കിള്ളം ബുക്കാണ്. ഞാൻ പറയുകയാണെങ്കിൽ ഒരു 15-ൻ്റെയും 35 വയസ്സിൻ്റെ ഇടയ്ക്കുള്ള എല്ലാവരും ഈ ബുക്ക് വൺസ് വായിച്ചിരിക്കണം. എസ്പെഷ്യലി നിങ്ങൾ 15 തൊട്ടിട്ട് 25 ഏജ് ഗ്രൂപ്പിലാണെങ്കിൽ കമ്പൽസറി ആയിട്ട് വായിക്കുക. ഭയങ്കര അടിപൊളി സാധനമാണ്. പിന്നെ 20സിലുള്ളവരും 30സിലുള്ളവർക്കൊക്കെ വായിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ബുക്കാണ്. അപ്പോൾ ഈ ബുക്ക് വായിച്ചപ്പോഴാണ് അതിലുള്ള ഒരു പെർട്ടിക്കുലർ ഏരിയ എത്തിയപ്പോഴാണ് നിങ്ങൾ പലരും ചോദിക്കുന്നില്ല, നിങ്ങൾക്കുള്ളൊരു കൺസേൺ, നിങ്ങൾക്കുള്ളൊരു പ്രോബ്ലം ഉണ്ട്. ആ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷന് ആ ഒരു ടോപ്പിക് വെച്ചപ്പോൾ എനിക്ക് കിട്ടി. ഞാനും അതേ പ്രോബ്ലം ഫേസ് ചെയ്തിട്ടുള്ള ഒരാളായിരുന്നു. പക്ഷേ ഞാൻ ഈ ബുക്കിൽ പറഞ്ഞ മെത്തേഡൊന്നും വെച്ചിട്ടല്ല റിക്കവർ ചെയ്തത്. ഞാൻ റിക്കവർ ചെയ്തതിൻ്റെ മെത്തേഡ് കൂടി ഞാൻ ലാസ്റ്റൊക്കെ പറയാം. സോ ടോപ്പിക് എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ കറൻ്റ്ലി പ്രസൻ്റ് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ നമ്മൾ ചിലപ്പോൾ അതൊരു ബാഡ് സിറ്റുവേഷനേക്കാരം അല്ലേ. നമുക്ക് ചിലപ്പം കരിയറിലൊരു വളർച്ചയില്ല, മര്യാദയ്ക്ക് പഠിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കോളേജിൽ നിന്ന് നല്ല സപ്പോർട്ട് കിട്ടുന്നില്ല, നമുക്കൊരു ജോബ് കിട്ടുമോ, നമുക്കൊരു നല്ല കരിയർ ഉണ്ടാവുമോ, അല്ലെങ്കിൽ എന്ത് കരിയറിൽ പോകണം, എന്തിന് ഫോക്കസ് ചെയ്യണം, എത്ര സാലറീൻ്റെ ജോബൊക്കെ എനിക്ക് കിട്ടുക, അല്ലെങ്കിൽ അത് കിട്ടാൻ എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇപ്പം നമ്മൾ തന്നെ കമ്പനിയിൽ ഒരു 20 ലക്ഷത്തിനും 30 ലക്ഷത്തിനും സാലറി ഒക്കെ വരും, അതൊക്കെ എനിക്ക് എങ്ങനെ കിട്ടുക, വേറുള്ളവർക്കല്ലേ കിട്ടുക, അല്ലെങ്കിൽ മറ്റവരൊക്കെ എങ്ങനെ എത്ര പഠിക്കുന്നത്, എനിക്ക് മാത്രം എന്താ പഠിക്കാൻ പറ്റാത്തത്, കൂടെ വർക്ക് ചെയ്യുന്നവർ എന്താ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നത്, ഞാൻ എന്താ അത്ര അടിപൊളി എഞ്ചിനീയർ അല്ല. അപ്പോൾ ഇങ്ങനത്തെ കുറേ സെൽഫ് ഡൗട്ടിങ്, ഒരു ഇമ്പോസ്റ്റർ സിൻഡ്രോം, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റില്ല, നമ്മളോട് കഴിയുന്നില്ല, അല്ലെങ്കിൽ ഇതെങ്ങനെ ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ വിചാരിക്കുമ്പോൾ നമ്മളെന്ത് വിചാരിക്കുക, നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റി നമ്മളോട് പറയുന്ന ഒരു ആൻസറോ അല്ലെങ്കിൽ നമുക്ക് തോന്നുന്ന ഒരു ആൻസർ എന്താ വെച്ചാൽ, മേ ബി ഇപ്പം ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണ് വിചാരിക്കും, തേർഡ് ഇയറിലോ ഫൈനൽ ഇയറിലോ എത്തുമ്പോൾ ചിലപ്പോൾ എനിക്ക് നല്ല സ്കിൽസ് ഉണ്ടാവും, ചിലപ്പോൾ അപ്പോഴത്തേക്ക് എനിക്ക് നല്ല ജോലി കിട്ടും. ആദ്യമായിട്ട് ജോലിയിൽ കയറുന്ന ആൾ വിചാരിക്കും ഇപ്പം എനിക്ക് വലിയ സാലറിയും കാര്യമൊന്നുമില്ല, പക്ഷേ 4 കൊല്ലം 5 കൊല്ലം കഴിഞ്ഞാൽ എനിക്ക് നല്ല സാലറിയുള്ള ഒരു ജോബ് കിട്ടുകയും ചിലപ്പോൾ അപ്പോഴേക്കാരും എനിക്ക് കൂടുതൽ നോളജ് കിട്ടുക. ഒരു 4 കൊല്ലം കഴിഞ്ഞാൽ കൂടുതൽ സ്കിൽസ് ഉണ്ടാവുക, അല്ലെങ്കിൽ വിവരമുണ്ടാവുക, കൂടുതൽ പൈസ ഉണ്ടാവുക. ഇതൊക്കെ എല്ലാവരും വിചാരിക്കുന്നത് അങ്ങനെയാണ്. ബട്ട് ദ ട്രൂത്ത് ഈസ് അത് കൈൻഡ് ഓഫ് നമ്മളൊരു എസ്കേപ്പിസാണ്. ഞാൻ പറഞ്ഞില്ല, ഒരു എക്സ്ക്യൂസാണ്. ഇന്ന് നമുക്കില്ല, ചിലപ്പോൾ ഒരു 3 കൊല്ലം കഴിഞ്ഞാൽ വന്നോളും, 4 കൊല്ലം കഴിഞ്ഞാൽ അത് വന്നോളൂ, അല്ലെങ്കിൽ ഇങ്ങനെ കിട്ടും, അങ്ങനെ നടക്കും. നമ്മൾ എസ്പെഷ്യലി നമ്മൾ ബോയ്സൊക്കെ എപ്പോഴും ഡ്രീം ചെയ്യുന്ന സാധനമാണ് നല്ലൊരു പൈസക്കാരനാണെന്ന്. ഞാൻ ഗേൾസാണ് ഡ്രീം ചെയ്യുന്നില്ല എന്നല്ല, പക്ഷേ യൂഷ്വലി ഞാൻ കണ്ട ബോയ്സിൻ്റെ ഇടയിൽ നാളെ എനിക്ക് വലിയൊരു പൈസക്കാരനാണ്, എനിക്ക് ഇന്ന കാറ് മേടിക്കണം, അത് മേടിക്കണം, പക്ഷെ എല്ലാം നാളെ 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 എന്നുള്ളൊരു ചിന്താഗതിയിലാണ് എല്ലാവരും പോകുന്നത്. അപ്പം ആ ഒരു കാര്യത്തിനുള്ള ഒരു സൊല്യൂഷൻ ഞാൻ ഈ ബുക്കിൽ വായിച്ച് മനസ്സിലായെന്ന് വെച്ചാൽ, നമുക്കൊരു ക്രൈസിസ് വരുമ്പോൾ നമ്മൾ പോരാ, നമുക്ക് ഇപ്പം സ്കില്ലില്ല, നമ്മൾ ഇപ്പം നിൽക്കുന്ന സ്ഥലം നമുക്കൊരു വളർച്ച കിട്ടുന്നില്ല, നമുക്ക് ചില ഫ്യൂച്ചറിൽ അങ്ങനെ തോന്നുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ, ആ ഫീലിങ്ങിൻ്റെ കൂടെ തന്നെ പാരലലി നമ്മൾ എടുക്കേണ്ട സാധനമാണ് നമ്മൾ സ്വയം ഗ്രോ ചെയ്യാനുള്ള എഫേർട്ടും കൂടി ആ മൊമെൻറ്റിൽ നമ്മൾ എടുക്കണം. നമ്മൾ ഒരിക്കലും അത് അടുത്ത കൊല്ലം കിട്ടും, അല്ലെങ്കിൽ 2 കൊല്ലം കഴിഞ്ഞാൽ കിട്ടും എന്ന് വിചാരിക്കുന്നതിന് പകരം അതിപ്പോൾ കറൻ്റ്ലി ഞാൻ ചെയ്താലേ 2 കൊല്ലം 3 കൊല്ലം കഴിഞ്ഞാൽ കിട്ടുള്ളൂ. എൻ്റെ ലൈഫിൽ ഇതിനുള്ളൊരു പ്രൂഫ് ഞാൻ പഠിച്ചത് ഇപ്പം ഈ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യത്തിലൊക്കെയാണ്. നമ്മൾ അപ്പം ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ 500-600 രൂപ ഒക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അത് 501 502 വലിയ ഡ്രസ്സൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഒരു 3 4 5 കൊല്ലം കഴിയുമ്പോൾ അന്നിട്ട 500 ഇന്നൊരു 15,000 അല്ലെങ്കിൽ 20,000 ഒക്കെ ആവുന്ന കാണുമ്പോൾ നമുക്ക് അന്നിട്ട എഫേർട്ട് കൺസിസ്റ്റൻ്റ്ലി ഞാൻ അങ്ങനെ എഫേർട്ട് ഇട്ടുകൊണ്ട് കിട്ടി. ഞാൻ ഒരു റാൻഡം എക്സാമ്പിൾ ആയിട്ട് പറയാം. നമ്മളിപ്പോൾ കൺസിസ്റ്റൻ്റ്ലി ഒരു 500 രൂപയ്ക്ക് SIP ഒക്കെ പോയിട്ട് കഴിഞ്ഞാൽ 5-6 കൊല്ലം കഴിയുമ്പോൾ നല്ലൊരു റിട്ടേൺ കാണാൻ പറ്റും. അതേപോലെ തന്നെ നമ്മുടെ ലൈഫിൽ നമ്മളിപ്പം അതിനുള്ള എഫേർട്ട് ഇട്ടാൽ മാത്രമേ നമുക്ക് കാണാം. ഇപ്പം വിചാരിക്കും, ഞാനപ്പോൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ എൻ്റെ ഒരു സ്കൂൾ കോളേജ് സമയത്ത് ഞാനും അങ്ങനെ എഫേർട്ട് ഇട്ടിട്ട് ഇതൊക്കെ പ്ലാൻ ഞാൻ അങ്ങനെ ചെയ്ത ആളല്ല. എൻ്റെ മോട്ടിവേഷൻ എന്താ വെച്ചാൽ പ്യുവർ ഈഗോ ആയിരുന്നു. നല്ല ഈഗോ ഉള്ള ഒരാളായിരുന്നു ഞാൻ. ആൻഡ് ദാറ്റ് ഈഗോ, ഞാൻ പറയുന്നത് എല്ലാവർക്കും കുറച്ച് ഈഗോ ആണ്. ആ ഈഗോ ആണ് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് അവിടെ ഒരു എത്താൻ. ഇപ്പം എൻ്റെ കേസിലൊക്കെയാണ് ഞാൻ ജസ്റ്റ് ആലോചിക്കൽ, നമ്മളൊരാൾ പുച്ഛത്തോടെ നോക്കുക, അല്ലെങ്കിൽ നമ്മളൊരാൾ കളിയാക്കുക, നിന്നെ കൊണ്ട് എന്ത് പറ്റാനാണ്, അല്ലെങ്കിൽ നീ അങ്ങനെ ഒരു ഇവിടെ നിന്ന് വരുന്നതല്ലേ, അല്ലെങ്കിൽ നീ ഇങ്ങനെയല്ല അങ്ങനെയല്ല പറഞ്ഞാൽ നമ്മളൊന്ന് തളർത്തി കളിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ നീ ഇപ്പോൾ പണി നോക്കുന്നു പറയുന്നതിന് പകരം ജസ്റ്റ് സ്മൈൽ അറ്റ് ദെയർ ഫേസ്, അത് മാത്രമായിരുന്നു ചെയ്തത്. സ്മൈൽ അറ്റ് ദെയർ ഫേസ്. എന്നിട്ട് ആഫ്റ്റർ ഫ്യൂ ഇയേഴ്സ് അവർ റിഗ്രറ്റ് ചെയ്യും, അവനോട് അന്ന് അങ്ങനെ പറയേണ്ടില്ലായിരുന്നു, അവൻ ഇന്നൊരു ഫ്രണ്ടായിട്ട് നമ്മളെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇന്ന് എനിക്ക് അവനോടൊരു കണക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, ആ ഒരു റിഗ്രറ്റ് അവർക്ക് ഫീൽ ആവുന്ന രീതിയിൽ ആ ലെവലിൽ ഓഫ് ഈഗോ എനിക്കുണ്ടായിരുന്നു. നമ്മളോടിപ്പം നീ ലോകം കാണൂലടാന്ന് പറഞ്ഞ ഒരാളോട് ഞാൻ അയാൾ കണ്ടതും കേട്ടതിനേക്കാളും കൂടുതൽ രാജ്യത്ത് ട്രാവൽ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും അല്ലെങ്കിൽ ഈ കോഴ്സൊന്നും എടുത്താൽ നിങ്ങൾക്ക് ജോലി കിട്ടാനേ പോകുന്നില്ല, അതൊക്കെ ഒരു വേസ്റ്റ് സാധനമാണ് പറയുമ്പം അതെൻ്റെ ഡ്രീമാണ്, എനിക്ക് അതിൽ ഉള്ളതിൽ ഏറ്റവും ബെസ്റ്റ്
സാലറിയിൽ തന്നെ ജോബ് കിട്ടണം എന്നുള്ളൊരു ഈഗോയിൽ നിന്നിട്ട് ഞാൻ അതുണ്ട്. എനിക്ക് ഇങ്ങനെ ഒരു സാധനം കിട്ടിയാൽ മാത്രമേ എനിക്ക് ആളെ നമ്മളൊരു വിലയോടെ കാണുള്ളൂ എന്നുള്ളൊരു തോന്നലും മനസ്സിലാക്കലുണ്ട്. ആ ഈഗോ ആയിരുന്നു എനിക്ക് വർക്കൗട്ട് ചെയ്തത്. അപ്പോൾ ഒന്നുകിൽ ഈഗോ അല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നിങ്ങൾ മാക്സിമം എഫേർട്ട് ഇടുക എന്ന് പറയുമ്പോൾ കുറേ ബുക്ക് എടുത്ത് വായിക്കുന്നതല്ല. നമ്മളൊരു 5 കൊല്ലം 3 കൊല്ലം മുന്നോട്ടേക്ക് കണ്ടിട്ട് ഇപ്പം അതിനുള്ള വർക്ക് ഇപ്പം ഞാൻ ഇത് ചെയ്താലാണ് 3ാമത്തെ കൊല്ലം റിസൾട്ട് കിട്ടണമെന്ന് നോക്കുക. അല്ലാതെ ഇന്നൊരു 3 കാര്യം ചെയ്താൽ ഒരു മാസം കഴിഞ്ഞ് എൻ്റെ റിസൾട്ട് കിട്ടണമെന്നൊന്നുമില്ല. അപ്പം അത് മനസ്സിലാക്കുക. അപ്പോൾ അതേ പറയുള്ളൂ. നമുക്ക് ചിലപ്പം വീഡിയോ ലെങ്തി ആണെന്നുണ്ടെങ്കിൽ ഐ ഡോണ്ട് നോ, ഞാൻ ചിലപ്പോൾ യൂട്യൂബിൽ ഒരു വീഡിയോ ഇട്ടിട്ട് ഷോർട്സ് ക്ലിപ്സൊക്കെ ആയിട്ടിടാം. ഞാനിതൊരു റീല് പോലെ ഷൂട്ട് ചെയ്യാൻ വിചാരിച്ച, ബട്ട് ഐ ഡോണ്ട് നോ, തിങ് മൈറ്റ് ഹാവ് ബീൻ വെരി ലോങ്. അപ്പം അത്രേ ഉള്ളൂ. എന്താ നിങ്ങളുടെ ഒപ്പീനിയൻസ്? നിങ്ങളെങ്ങനെ ഈ സിറ്റുവേഷൻ ഓവർകം ചെയ്യാൻ നോക്കുന്നത്? മേ ബി ഈഗോ വർക്കൗട്ട് ആവുന്നുണ്ടോ, അല്ലെങ്കിൽ ഇതുപോലത്തെ ബുക്കൊക്കെ വായിച്ചിട്ട് നിങ്ങൾക്ക് ഇതിൽ പറയുന്ന ഗൈഡൻസ് കാര്യങ്ങൾ ഹെൽപ്പ് ഔട്ട് ആവുന്നുണ്ടോ നോക്കൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും മെത്തേഡ്സ് അറിയണമെങ്കിൽ ഡു ഷെയർ ഇറ്റ് വിത്ത് അവർ കമ്മ്യൂണിറ്റി കമൻസിലൊക്കെ പറ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നതൊക്കെ എല്ലാവർക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.